അപ്പം ഗായ്സ് നമ്മളിങ്ങനെ ചുമ്മാ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചത്, നമ്മുടെ ക്യാരവാനും കാര്യമൊക്കെ നമ്മൾ വർക്കിനെടുത്തിട്ട് ഏകദേശം 3 ആഴ്ച. ഓക്കെ, നാളെ വൈകുന്നേരം കണ്ടെങ്കിൽ വണ്ടി റെഡിയാക്കി കിട്ടും. നമുക്കിപ്പോൾ ഒരു കോളും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി റെഡിയാക്കി കിട്ടി റിവ്യൂ നാളെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഒരു കാറും കൂടി വർക്കിനും കയറ്റിക്കൂടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ, ഒറ്റ ദിവസം 2 വണ്ടിയുടെ റിവ്യൂല് ഏതാ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഉറപ്പിച്ച് വണ്ടിയിൽ നിന്ന് കയറ്റാം. നമ്മൾ വിളിച്ച് വെച്ച് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ ആക്കി. ഒരു ദിവസം പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. 2 വണ്ടി ഒരുമിച്ച് വേണ്ട നമ്മൾ റിവ്യൂലാക്കാൻ വേണ്ടി. ഞാനും ക്രിസ്റ്റി മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ പോലെ. അവനെ വിളിച്ചിട്ടുണ്ടാകാൻ വരുമെന്നുണ്ട്. നമ്മൾ ഡിഫൻഡറിലും കാര്യമൊക്കെയാണ് പോകണം കേട്ടോ. നമ്മളെ പ്ലെയിൻ ഡിഫൻഡർ. ഇതെന്താ പുല്ല്, ഇതെന്താ പുല്ല് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം നോക്കട്ടെ. വീണ്ടും വരുന്നുണ്ട്. അതെന്താ ബഗ്ഗാണ് ഗൈസ്. ഓക്കെ, ഇതാണ്ടേ നമ്മളെ ഡിഫൻഡറിലും കാര്യമൊക്കെയാണ് പോകണം കേട്ടോ. വെള്ള കളർ ക്രിസ്റ്റി നോക്കി. ക്രിസ്റ്റി താണ്ട് BMW M4 കാര്യമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഏതാ റേഞ്ചല്ലേ പച്ച കളർ, ഒരു പച്ച കളറ് BMW. ആ ഹുഡൊക്കെ കൊള്ളാം അല്ലേ, ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അലോയ്ക്ക് ചേരുന്ന അലോയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റീനൊക്കെ വിൻഡോയിലൊക്കെ അടിച്ച് ഹുഡ് തുറന്നിട്ടാണ്. ഓക്കെ, എൻജിൻ എന്തോ കംപ്ലൈൻറ്റ് ഒന്നും തോന്നണം കേട്ടോ. ഓക്കെ, ബാക്കിൽ നമ്മുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേരൊക്കെ ബാക്കിൽ അടിച്ചിട്ടുണ്ട്. അതാ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ എന്തോ ഇല്ലീഗലായിട്ട് കാണിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. ഒന്നെങ്കിൽ വല്ല റേസ് അങ്ങനത്തെ ഇതിൽ സ്ട്രീറ്റിൽ കാണിക്കുന്നുണ്ടായിരിക്കും. നമ്പർ പ്ലേറ്റ് വെച്ചിട്ടേ പോലീസ് ഇടിക്കട്ടുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും ഡിഫൻഡറിലും കാര്യമൊക്കെ കയറാം. ഉണ്ടോ ഇന്ത്യയിലൊക്കെ സെറ്റ്. ഇന്ത്യയിലൊക്കെ നമ്മൾ ഇന്നലെ പോളിഷ് ചെയ്യണം കേട്ടോ. ഏതാ ഡ്രിഫ്റ്റിങ് അവൻ്റെ BMW M4. ചുമ്മാ അല്ല അവൻ്റെ എൻജിൻ തകരണം. ഡ്രിഫ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് എൻജിൻ കൊണ്ട് ഇടിച്ച് തകരാറാക്കി. ഇവനൊക്കെ എന്തിൻ്റെ കുഴപ്പമാണത് ഗൈസ്. നമുക്ക് എന്തായാലും പോകാം. നമ്മൾ പോകുമ്പോഴത്തേക്കും വരുമായിരിക്കും. ഒന്നെങ്കിൽ ടയർ അല്ലെങ്കിൽ എൻജിൻ, ഇന്ന് എന്തായാലും 2 അടിച്ച് പോകും കേട്ടോ. പിന്നെ ഈ വണ്ടി ഉണ്ടോ, ബ്രേക്ക് അടിയുമ്പോൾ ഇങ്ങനെ തുള്ളിയാണ് പോകണം ഡിഫൻഡർ. കിടുക സസ്പെൻഷൻ്റെ പവറാണ്. ഏതാ റേഞ്ച് വേണ്ട നോക്കി ഏകദേശം നമുക്ക് എന്തായാലും വേണ്ടേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ പോകണം. നമ്മളെ ബാറ്ററി എപ്പോഴത്തേക്കും പോലെ തന്നെ ക്യാമറ ചാർജ് ചെയ്യാൻ മറന്നു പോയി. ഇനി അങ്ങോട്ട് നമ്മൾ ക്യാമറ ഫുൾ ചാർജിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ക്യാമറ ചാർജ് കുറവാണ്, എപ്പോഴാണോ ഓഫ് ആവാം ഗൈസ്. ക്യാമറ എനിക്ക് ഓഫായി, ഇപ്പോഴാണ് കിട്ടുന്നത്. ക്രിസ്റ്റി അവിടെ നിന്ന് ഒരു ഒറ്റ പോക്കാണ്. പിന്നെ ഇവിടെ വച്ചാൽ കിട്ടുന്നത്. അത് ഞാൻ ഫോൺ വിളിച്ചാൽ പറഞ്ഞാൽ നിർത്തടാ വണ്ടി നിർത്തടാന്ന്. ഇപ്പോഴും നമ്മൾ കോളിൽ തന്നെയാണ് ഡിഫൻഡർ കണക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. വല്ലതും പറഞ്ഞാ. ഹലോ ഗൈസ്, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനാണ് ക്രിസ്റ്റി. നമ്മൾ BMW പറന്നടിച്ച് പോവാണ്. ഇവനെ ഓവർടേക്ക് ആക്കാൻ നോക്കുന്നു ഗൈസ്. ഇവനെ ഓവർടേക്ക് ഒന്നെങ്കിൽ ഇവനെ അടിച്ച് പാലത്തിന്റെ താഴത്തല്ലിടും കേട്ടോ ഗൈസ്. ഗൈസ് അവനെ വയ്യ കേട്ടോ. BMW ഡ്രിഫ്റ്റ് അടിച്ച് തല ചെന്ന് സ്റ്റിയറിങ് അടിച്ചിട്ട് കിളി പോയി ഗൈസ്. അവനെ മൈൻഡ് ചെയ്യണ്ട അവൻ എന്ത് പറഞ്ഞാല്. വാടാ, എനിക്ക് കിളിയൊന്നും പോയില്ല. നീ എന്റെ പിറകെ വന്നാ മതി. BMW ഫസ്റ്റ്. നീ ഒറ്റ അടിക്ക് അങ്ങെത്തിയാ. ഓക്കെ, ഇങ്ങെത്തി കേട്ടോ നമ്മളപ്പോഴത്തേക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ മാർവൽ കസ്റ്റംസിലും കാര്യമൊക്കെ എത്തിയിട്ടുണ്ട്. അതാ ഡിഫൻഡറിലും BMW M4 ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവൻ്റെ വണ്ടി ഇവൻ അറിയാതെ എടുത്താൽ നമുക്ക് മറച്ചു വിറ്റാലാ. എങ്ങനെ സെറ്റായിരിക്കും അല്ലേ. അവിടെ നീ മറച്ചു വയ്ക്കാൻ വാ. അതിൻ്റെ തല പിടിച്ച് എക്സോസിന് അടി വെച്ച് ഞാൻ പൊട്ടിക്കും ഗൈസ്. നമുക്ക് മറച്ചൊന്നും വയ്ക്കണ്ട, പാവ പയ്യല്ലേ എൻ്റെ തല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കസ്റ്റംസ് കാര്യം എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 2 വണ്ടി റിവ്യൂലാണ്. എന്തായാലും നിങ്ങൾ പോയി റിവ്യൂല് വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ നിങ്ങൾ റിവ്യൂലൂടെ കണ്ടല്ലോ. സർപ്രൈസ് വണ്ടി നിങ്ങൾ കണ്ടില്ലേ. ഡിഫൻഡർ തന്നെയാണ് നമ്മൾ വർക്കിന് ഇങ്ങനെ കയറ്റി. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഡിഫൻഡർ കഴിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ ക്രിസ്റ്റിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സ്റ്റേ നിൽക്കായിരുന്നു. ഇന്നിപ്പോൾ അതാണ്ട് കറക്റ്റ് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് 2 വണ്ടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ,
നമ്മൾ ഡിഫൻഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ചെറിയ കുറച്ച് വർക്കും കൂടി ചെയ്യണമെന്നുണ്ട് ഗ്ലാസ്സിൽ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ അടിക്കണം. നമ്മളെ പേരൊക്കെ അടിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട്. ക്രിസ്റ്റിക്ക് പോയിട്ട് അവിടെ ഒരു സ്ഥലം വരെ പോകണമെന്നാണ് നമ്മൾ, പിന്നെ അത്ര ടൈം എടുത്തില്ല. നമുക്ക് പിന്നെ ഒന്നായാലും അടിക്കാമല്ലോ. ഓക്കെ, നമ്മൾ തന്നെ ഈ ഒരു പാലത്തിന് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ക്യാരാനും ഡിഫൻഡർ എല്ലാം കൂടി കടലിൽ കിടക്കും. നമുക്ക് ഇവിടെ പോയിട്ട് വണ്ടി നമുക്ക് ഡീറ്റെയിലും കാര്യമൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, വണ്ടിയിൽ നമുക്ക് മെയിനായിട്ട് ഡിഫൻഡർ ചെയ്തേക്കുന്നത് നമ്മൾ സ്റ്റിക്കർ വർക്ക്സും ഹെഡ്ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നേരത്തെ ഒരു ബ്ലൂ കളറും ബ്ലൂ ഫോഗ് ലാമ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളത് എല്ലാം റെഡ് ആക്കിയിട്ടുണ്ട്. റെഡ് ഫോഗ് ലാമ്പും റെഡ് ഹെഡ്ലൈറ്റൊക്കെ, റെഡിൽ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ബസ് ചെയ്ത പോലെ തന്നെ ക്യാരവാനിലും കയറിയൊക്കെ ലൈഫിനെ ക്യാമ്പർ വൺ മേലുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചു. പിന്നെ കുറേ ചെലന്തി വെബിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. വൂൾഫിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കർട്ടനൊക്കെ ചെയ്തു. മാറബിൾ ഗൈസ്, വണ്ടിയുടെ കളർ ഇങ്ങനെ ഇതല്ലേ, ഇതിപ്പോൾ ഷാഡോ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ബാക്കിലൊക്കെ കണ്ട് സെറ്റ്. ഇതിപ്പോൾ ക്രിസ്റ്റീൻ്റെ പ്ലാൻ എങ്ങനെയൊക്കെയാണ് വണ്ടി ഈ ഒരു ലെവലോട്ടാക്കാൻ, അതുകൊണ്ട് തന്നെ കിടുക്ക് ലെവലോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് ക്രിസ്റ്റീൻ്റെ പ്ലാൻ എങ്ങനെയൊക്കെയാണ് മുമ്പത്തെ കാട്ടി ബസ് കിടിലം വർക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫൻഡറിൻ്റെ ക്യാരവാൻ്റെ റിവ്യൂലും കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഗൈസ് നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.